ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ നല്ലോണം സ്നേഹിക്കണം. അവരെ സ്നേഹിക്കുന്നതിന്റെ മാർഗമാണ് ഫാത്തിഹ ഓതാൻ കഴിയുമോ? ഒരു ഫാത്തിഹ, അതിന് ഇത്ര അധികം സമയം വേണ്ടല്ലോ. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബറക്കത്തുമെത്തുമേ. എന്നും അവർക്കൊരു ഫാത്തിഹ ഓതുന്ന ആൾക്ക് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്തും അവരുടെ സഹായവും എത്തുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ലേ? വലിയ പണ്ഡിതനായ ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി നിസ്സാരക്കാരനല്ല. കോഴിക്കോട് ജീവിച്ച ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വങ്ങളൊക്കെ എണ്ണി പറഞ്ഞിട്ടാണല്ലോ മുഹ്യിദ്ദീൻ മാല രചിച്ചത്. ആ മുഹ്യിദ്ദീൻ മാലയിലെ മഹത്വങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മെ പഠിപ്പിച്ചു. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബറക്കത്തുമെത്തുമേ. എന്തേ സഹോദരങ്ങളെ, ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് ഇത്രയും വലിയ സ്ഥാനം കൊടുക്കാനുള്ള കാരണം, ഇത്രയും വലിയ മഹത്വം അല്ലാഹു കൊടുക്കാനുള്ള കാരണം എന്താണ്? സുദീർഘമായി പറയണം, ഞാൻ ചുരുക്കി പല ഭാഗങ്ങളും ഓർമ്മപ്പെടുത്തട്ടെ. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പറ്റി നമ്മളൊക്കെ കുത്തുബിയത്തിന്റെ ആ ബൈത്തിൽ നമ്മളൊക്കെ കേട്ടില്ലേ? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ ഏറ്റവും നന്നാർത്ഥത്തിൽ അനുസരിച്ച അടിമയാണ്. ഇത് കുന്താലിൽ ഖാദിരിൽ മുഖ്താരി അബ്ദൻ അഅതാക മിൻ ഖുദ്റത്തിൻ മാ ശിഅത മിൻ മുസ്തതാഅ ഫഅൻത മുഖ്തദിറുൻ في خلقه ومطاع أنت الوكيل له يا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني. എന്തേ മൊയ്തീൻ ശൈഖിനെ വിളിക്കാർക്കും മടിണ്ടാ? ആ മടി ഉണ്ടെങ്കിൽ ഈമാനും ഇല്ലാന്ന് പറയാ, വേറൊന്നും പറയാനില്ല. മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മഹാന്മാരെയും വിളിക്കാനൊന്നും ഒരു മടിയും വേണ്ട. അത് ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്.